തെമ്മാടി തമ്പുരാൻ ഭാഗം 14. രചന അവതരണം ദിവ്യരാജ്. ആദ്യമായി അറിയുന്ന ചുംബനച്ചൂടിൽ നിന്നുയർന്നൊരു വിറയൽ ദേഹമാകെ അരിച്ചിറങ്ങിയവളിൽ. കുസൃതിയോടെ ഒന്ന് പിന്മാറിയ ശേഷം അതേ വേഗത്തിൽ വീണ്ടും അവളുടെ അധരങ്ങളിൽ അധരം തൊട്ടവൻ. അമ്പിളിയുടെ കൈകൾ ഉടുത്തിരുന്ന പട്ടുപുടവയിൽ മുറുകിയ നേരം മെല്ലെ അവനവളെ ചുംബിച്ചു. നെഞ്ചിടിപ്പേറിയവളിൽ ദേഹമാകെ തണുപ്പരിച്ചിറങ്ങിയ പോലെ തോന്നി. അവനെന്ന പുരുഷന് അടിമപ്പെട്ടുപോയ നിമിഷങ്ങൾ. ഡാ രുധി, വാതില് തുറക്കടാ. രഞ്ജിത്തിന്റെ ഒച്ച കേട്ടതും അവളിൽ നിന്ന് അകന്നു മാറിയവൻ. ഇവനെന്ന് മേടിക്കും. അരിശത്തോടെ വാതിൽക്കലേക്ക് നോക്കിയവൻ അവന്റെ മുഖത്ത് നോക്കാനാവാതെ പരുങ്ങുന്നവളിൽ നോട്ടമെത്തിയതും ചെറുചിരി അവന്റെ ചൊടികളിൽ വിടർന്നു. വേഷമൊക്കെ മാറി ഫ്രഷായി നിൽക്ക്, വൈകിട്ട് റിസപ്ഷൻ ഉള്ളതാ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവൻ ഒരു നിമിഷമൊന്ന് നിന്നിട്ട് തിരികെ അവളുടെ അരികിലേക്ക് വീണ്ടും വന്നു. ശരിക്കും സുന്ദരിയാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാവിലെ ഭഗവതി തന്നെ. നാണത്തോടെ മുഖം താഴ്ത്തി നിന്നവളുടെ കവളിൽ മെല്ലെ ചുണ്ടുകൾ ചേർത്ത് പറയുന്നതിനൊപ്പം കണ്ണു ചിമ്മിക്കാട്ടിയവൻ. അവന്റെ പ്രണയവും ചേർത്ത് പിടിക്കലും ആ പരിഗണനയും പുതിയ പ്രതീക്ഷകൾ നൽകുകയായിരുന്നു അവൾക്ക്. വൈകിട്ടത്തെ റിസപ്ഷനും കഴിഞ്ഞ് എത്തുമ്പോൾ 9 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. മുറിക്കുള്ളിൽ കയറി ഉടുത്തിരുന്ന ആടയാഭരണങ്ങൾ മാറ്റി കുളിച്ചൊന്ന് ഫ്രഷായി സാധാ ഒരു കോട്ടൺ ചുരിദാർ അണിഞ്ഞ് നിന്നപ്പോഴേക്കും രുദ്രയും രോഹിണിയും എത്തിയിരുന്നു. രണ്ടാളും കൂടി അവളെ നേരെ സുഭദ്രയുടെ റൂമിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ അവൾക്ക് വേണ്ടി നീലക്കരയുള്ള ഒരു നേരിയതും മുണ്ടും കരുതി വെച്ചിരുന്നു. അമ്പിളി തന്നെ നല്ലോണം നേരിയതൊടുത്തൊരുങ്ങി. ചേച്ചി ഫാഷൻ ഡിസൈനറാ അല്ലേ? അതാ സാരിയൊക്കെ നന്നായി ഉടുക്കണത്. എൻ്റെ കല്യാണത്തിനും സാരി ഉടുപ്പിക്കാൻ ചേച്ചി മതി കേട്ടോ. എന്ത് ചന്തമായിട്ടാ സാരി ഉടുക്കണത്. രോഹിണി അത് പറയുമ്പോൾ രുദ്ര അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. 18 വയസ്സായിട്ടില്ല പെണ്ണിന്, അതിനു മുന്നേ കല്യാണോ? ഇത്തിരി കടുപ്പത്തിൽ ചോദിച്ചവൾ. അതിനിപ്പോ എന്താ, നാളെ തന്നെ കെട്ടില്ലേലും 3-4 കൊല്ലം കഴിയുമ്പോൾ എന്നെയും കിട്ടിച്ചു വിടൂല്ലോ. പെണ്ണിന്റെ വലിയ വായിലെ വർത്തമാനം കേട്ടതും ചിരി പൊട്ടിയിരുന്നു അമ്പിളിക്കും. ആദ്യം പഠിച്ചൊരു ജോലി വാങ്ങു പെണ്ണെ, എന്നിട്ട് കല്യാണം കഴിക്കാം. വലിയ ആൾക്കാരെ പോലെ രോഹിണിയും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ. അല്ലടി, അച്ചുചേച്ചി വന്നില്ല അല്ലേ കല്യാണത്തിന്? എന്താവും? രുദ്രയാണ് തുടങ്ങി വെച്ചത്. ആൾക്ക് വല്ലായ്മ എന്നാ മാധവൻ വല്യച്ഛൻ പറഞ്ഞത്. എന്തോ നിക്കത്ര വിശ്വാസം പോരാ. രുധിയേട്ടൻ അമ്പിളിയേച്ചിയെ കെട്ടണത് കാണാനുള്ള ത്രാണി ഉണ്ടാവില്ല ആൾക്ക്. ചെറുചിരിയോടെ പറയുമ്പോൾ അമ്പിളി തിരിഞ്ഞു നോക്കി. ആരാ അച്ചു? അമ്പരപ്പോടവൾ ചോദിച്ചു. വല്യച്ഛൻ്റെ മോളാ, രുധിയേട്ടൻ്റെ മുറപ്പെണ്ണെ അശ്വതി. അമ്പിളിയേച്ചിയുമായുള്ള വിവാഹം നടക്കുന്നതിനു മുന്നേ രുധിയേട്ടൻ്റെ വിവാഹം അച്ചേച്ചിയുമായി നടത്താനിരുന്നതാ. അച്ചേച്ചിക്ക് രുധിയേട്ടനെ വേണ്ടാന്ന് പറഞ്ഞു. സദാ കുടിച്ച് തെമ്മാടിത്തനവും കാട്ടി നടക്കണ ആളെ വേണ്ട പോലും. വലിയ പഠിപ്പൊന്നുമില്ല ചേച്ചിക്ക്, എന്നാലും ഡിമാൻഡൊന്നും ഇവിടെ അറ്റത്തല്ല. കാണാൻ യോഗ്യനാവണം, ജോലി വേണം, ജിം ബോഡി, കട്ടത്താടി, കട്ടിമീശ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പണ്ടെപ്പോഴോ കൂടെ പഠിച്ച ഒരാളുമായി അടുപ്പത്തിലായി. ആളുടെ കൂടെ ഒളിച്ചോടി പോവുകയും ചെയ്തു. രുദ്ര ചിരിയോടെ പറയുമ്പോൾ കണ്ണിലേക്കൊരൽപ്പം കരിമഷി കട്ടിക്കെഴുതിയവൾ. പിന്നൊന്നും ചോദിച്ചില്ല അമ്പിളി. അച്ചുവിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ആൾക്കിനി വേറെ അവകാശിയോ എന്ന് ചിന്തിച്ചിരുന്നു അവൾ ഓർത്തു. വേണ്ടാന്ന് പറഞ്ഞുപോയ സ്ഥിതിക്ക് അതേപ്പറ്റി ഓർക്കണ്ടല്ലോ. ഒരു വലിയ ചുവന്ന സ്റ്റിക്കർ പൊട്ടെടുത്ത് നെറ്റിയിലൊട്ടിച്ചു. ഈ പൂവും കൂടി വൈക്കുകുട്ടിയെ. താമരയിലയിൽ പൊതിഞ്ഞ ഒരു കെട്ട് മുല്ലപ്പൂവുമായി സുഭദ്ര തമ്പ്രാട്ടി അവിടേക്ക് വന്നു. ആ പൂവ് അവൾക്ക് കൈമാറുമ്പോൾ അവളെ അടിമുടി ഒഴിഞ്ഞു നോക്കിയവർ. അവളെ ആ വേഷത്തിൽ കണ്ടതിൻ്റെ സന്തോഷം ആ മുഖത്തുണ്ടായിരുന്നു. താൻ കൊണ്ടുവന്നു കൊടുത്ത പാലും കൊണ്ട് മുകളിലേക്ക് കയറിപ്പോകുന്ന അമ്പിളിയെ തെല്ലീർച്ചയോടെ നോക്കി സീതയും. ഇത്തിരി തൊലി വെളുപ്പുണ്ട്, അല്ലാതെ ഇവൾക്ക് എന്താ ഉള്ളത്? നാരായണീയത്തിലെ തെമ്മാടി മൂക്കും കുത്തി വീഴാൻ മാത്രം പുച്ഛത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയവൾ. മുകളിൽ ചെല്ലുമ്പോൾ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നെഞ്ചിടിപ്പോടെ അകത്തേക്ക് കയറുമ്പോൾ ആളെവിടെ തന്നെ നിപ്പുണ്ട്. ദേഹത്ത് ഇറുകിക്കിടന്ന ഒരു മഞ്ഞ ടീഷർട്ടും മുണ്ടുമായിരുന്നു വേഷം. ആ വാതിലൂടി ഒന്ന് അടച്ചു കുറ്റിയിടന്റെ ദേവി, കള്ളച്ചിരിയോടെ മീശ മുറുക്കി പറഞ്ഞവൻ.
ഇത്തിരി പരിഭ്രമത്തോടെ ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ട് തിരിയുമ്പോൾ ആള് അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് മുഖത്തോട് മുഖം നോക്കാൻ വല്ലാത്ത ചമ്മലും നാണവും ഒക്കെ തോന്നിപ്പോയവൾക്ക്. കയ്യിലിരുന്ന് വിറയ്ക്കുന്ന പാൽ ഗ്ലാസ് വാങ്ങി ടേബിളിന് മുകളിൽ വെച്ചിട്ട് അവൾക്കരികിലേക്ക് നടന്നെടുത്തവൻ. അതേ നിൽപ്പ് തുടർന്നവൾ ഒന്നും മിണ്ടാതെ. നീ എൻ്റെ ദേവി, കാതോരം പതിഞ്ഞ ശബ്ദത്തിൽ പാടുന്നതിനൊപ്പം പതിച്ച അവൻ്റെ നേർത്ത നിശ്വാസത്തിൽ അവളൊന്ന് പിടഞ്ഞിരുന്നു. മെല്ലെ അവളുടെ കൈ പിടിച്ച് മുല്ലപ്പൂക്കൾ വിതറിച്ച മെത്തയിൽ കൊണ്ടുചെന്നിരുത്തുമ്പോൾ പുതിയ ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷകൾ മാത്രമായിരുന്നു മനസ്സിൽ. അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ വശ്യതയോടെ നോക്കി ഇരുന്നേയുള്ളവൻ. അവൻ്റെ നോട്ടം താങ്ങാതെ മുഖം തിരിച്ചവളെ പിറകിലൂടെ ചെന്ന് പുണരവെ വല്ലാതെ പിടച്ചുപോയി ഉടൽ. അരക്കെട്ടിൽ അവൻ്റെ കൈകൾ അമർന്നതും ഉമിനീരിറക്കിക്കൊണ്ട് ആ കൈയിൽ കരം ചേർത്ത് വെച്ചവൾ. പിൻകഴുത്തിലും തോളിലും അവൻ്റെ മുഖമമർന്നതും കണ്ണുകൾ മുറുകെ പൂട്ടി. കഴുത്തിലായി അവൻ്റെ ചുടു നിശ്വാസം അറിയവേ ദേഹമൊന്ന് വിറച്ചു. അവളുടെ നേർത്ത ഹൃദയമിടിപ്പ് പോലും അവനിലെ മൃദുവികാരങ്ങളെ ഉണർത്തിയിരുന്നു. തിടുക്കത്തിൽ അവളെ തിരിച്ചിരുത്തി ആവേശത്തോടെ ചുംബിക്കവേ അവളുടെ അധരങ്ങളിലും പുഞ്ചിരി സ്ഥാനം പിടിച്ചു. എടോ, ഞാൻ ഒറ്റയ്ക്ക് കിടന്ന ശീലം. പെട്ടെന്ന് താനുമായി ബെഡ് ഷെയർ ചെയ്യാൻ എന്തോ ഒരു വീർപ്പുമുട്ടൽ. ഞാനൊന്ന് ഓക്കെ ആവുന്നത് വരെ നിലത്ത് കിടക്കാവോ? മനുവിൻ്റെ വാക്കുകൾ കേട്ട് സ്തംഭിച്ചു നിന്ന ആദ്യ വിവാഹത്തിലെ ആ രാത്രിയായിരുന്നു അവളുടെ മനസ്സിൽ. മനുവിൻ്റെ മനസ്സിലെ അനിഷ്ടമറിയാതെ അവൻ്റെ അവഗണന ഏൽപ്പിച്ച മുറിവുമായി നിലത്തെ പായയിൽ ചുരുണ്ടുകൂടിയ ആ രാത്രി. ആ ഓർമ്മയിലൊന്ന് നിശ്വസിച്ചതും രുധിൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു. പാല് കുടിക്കണില്ലേ? മുഖത്ത് ഉരുണ്ടുകൂടിയ പരിഭ്രമവും വെപ്രാളവും മറയ്ക്കാനായി പെട്ടെന്നത് ചോദിച്ചതും. പാലൊക്കെ കുടിക്കാൻ സമയമുണ്ട് പെണ്ണെ. ഇപ്പോഴേ കുടിച്ച് കാലിയാക്കിയാൽ പിന്നെ വീണ്ടും താഴേക്ക് ഇറങ്ങേണ്ടി വരും. ചുണ്ടൊന്ന് കടിച്ചു പിടിച്ച് അവനത് പറയുമ്പോൾ നാണത്താൽ പൂത്തുലഞ്ഞു പോയവൾ അവളെ ഉയർത്തിയെടുത്ത് മുന്നോട്ട് നടന്നു രുധിൻ. ഇനിയും കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തതുപോലെ മലർമെത്തയിലേക്ക് ചായവേ അവളും അവനെ സ്വീകരിക്കാൻ തയ്യാറെടുത്തു. കവിളുകളെ തഴുകിയലഞ്ഞ വിരലുകൾ വെണ്ണ പോലെ വെളുത്ത കണ്ടത്തെ തഴുകവേ ഒരു മിന്നൽ പിണർ ദേഹത്തോടെ കടന്നുപോയതുപോലെ പിടഞ്ഞുപോയവൾ. അവൻ്റെ താടി രോമങ്ങളും മീശയും അവളിൽ നേർത്തൊരു നോവു നൽകി. വീണ്ടും അവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെ എത്തി അവയെ അറിയാൻ തുടങ്ങിയിരുന്നു. മനോഹരമായ പുഷ്പത്തിൽ നിന്നും തേൻ തുകരുന്ന ശലഭത്തെ പോലെ അവളും ആ ചുംബനത്തിൽ മതിമറന്ന് അവനെ ഇരു കരങ്ങളും കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. ഇതുവരെ അറിയാതിരുന്ന പ്രണയത്തിൻ്റെ തീവ്രഭാവങ്ങൾ അവളെയും വിവശയാക്കി. ആ വിവശതയിൽ ഉടല് തളർന്നു. ടേബിളിനു മുകളിൽ ഇരുന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും ഒരു ഞെട്ടലോടെ രുധിൻ അവളിൽ നിന്നും അകന്നു മാറി. അവളിൽ നിന്നകലാൻ മടിച്ച പോലെ നീരസത്തോടെ ഫോൺ കയ്യിലെടുത്തു. രഞ്ജിത്തിന്റെ നമ്പർ കണ്ടതും വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, നീ ഇതെവിടാടാ? ദേ, ഞങ്ങൾ ഇവിടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേയായി. നീ വരണുണ്ടോ? അല്ലേ വേണ്ട, നല്ലൊരു ദിവസമായിട്ട് നീ വരണ്ട, ഞങ്ങൾ തുടങ്ങുക. കൊല്ലു നായെ, ഞാനോടി വന്നിട്ടല്ലാതെ കുപ്പി പൊട്ടിക്കുവാണ് ചവിട്ടി കൂട്ടും ഞാൻ. അമ്പിളി കേൾക്കാതിരിക്കാൻ പയ്യെ പറഞ്ഞവൻ. നാ പിന്നെ വേമ്പാ, അവനുണ്ടല്ലോ അച്ചു. ഇല്ല, ഉറക്കം പിടിച്ചിട്ടുണ്ടാവും, വിളിച്ചിട്ട് വന്നില്ല. നമ്മുടെ രാമുവും കൂടിയുണ്ട്. നിന്നോട് പിണങ്ങിയിരിക്കുന്നതിന് മാപ്പ് പറയാൻ വന്നതാടാ, ആക്കിയ ചിരിയോടെ പറഞ്ഞവൻ. ആ നാറിക്ക് ഞാൻ കൊടുക്കണുണ്ട്. ടച്ചിങ്സ് എന്താ ഉള്ളേ? താടിയൊന്നൊഴിഞ്ഞ് പറയുമ്പോഴും അമ്പിളിയെ ഒന്ന് നോക്കി. ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് സ്ഥാനം മാറിക്കിടന്ന വസ്ത്രം നേരെയാക്കിയിടുന്ന തിരക്കിലായിരുന്നവൾ. നമ്മുടെ പീലിച്ചേട്ടൻ്റെ ഷാപ്പിലെ ബീഫ് ഫ്രൈ അതുപോരെ? രഞ്ജു വലിയ ആവശ്യത്തോടെ ചോദിച്ചു. അതെന്ത് ചോദ്യവാടാ, ഞാനിതാ എത്തി. ഫോണും കട്ട് ചെയ്ത് പോക്കറ്റിലിട്ട് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് അമ്പിളിയുടെ അടുത്തേക്ക് ചെന്നവൻ. എൻ്റെ ദേവി, ഞാനൊന്ന് താഴെ വരെ പോയി വരാം. ഉറങ്ങിയേക്കല്ലേ, വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ആദ്യ രാത്രി ഉഷാറാക്കാൻ. കവളിൽ മെല്ലെ കുത്തിപ്പിടിച്ച ചുണ്ടിലൊന്ന് ചുംബിച്ചകന്നവൻ. നാണത്തോടെ മുഖം കുനിച്ചിരുന്നേയുള്ളവൾ. ആരായിരുന്നു ഫോണിൽ? തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ചോദിച്ചവൾ. രഞ്ജിയായിരുന്നു. രാമു വന്നിട്ടുണ്ടെന്ന്. പിണക്കമൊക്കെ മാറി വന്നതാ. ഇനിയിപ്പോ പോവാനിരിക്കണത് എങ്ങനാ? ഒരു അരമണിക്കൂർ. ഞാൻ ദേ പോയി ദാ വരാം പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു താഴേക്ക് പോയവൻ. ദീർഘമായൊന്ന് നിശ്വസിച്ചു അമ്പിളി.
കുറച്ചു മുന്നേ അവൻ പകർന്നു കൊടുത്ത പ്രണയ നിമിഷങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ. ആ ഓർമ്മയിൽ വീണ്ടും അവളുടെ കവിളിണകളിൽ ചെഞ്ചോപ്പ് പടർന്നു. തുടരും. പ്രിയപ്പെട്ടവരെ, അഭിപ്രായങ്ങൾ കൂടി പറയണേ. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്